മണിതാ ഇപ്പൊ തന്നെ 6 കഴിഞ്ഞ്. പെട്ടെന്ന് ചൂട് ആ പാടിന് അരമണിക്കൂർ കിട്ടത്തുള്ളൂ. നീ കൊറേ സമയം എക്സസൈസ് ചെയ്യണം. നീ ഒറ്റയ്ക്ക് എന്തെങ്കിലും എക്സസൈസ് ചെയ്താൽ മതി കേട്ടോ. കുറെ സമയം. അച്ഛനും അമ്മ ഇറങ്ങിയില്ലേ? അച്ഛനും അമ്മയും ഇറങ്ങും. ഇപ്പൊ ഇറങ്ങും. എന്താ അടുക്കളയിലെ കാര്യങ്ങൾ? അടുക്കളയിലെ കാര്യമെല്ലാം ഓക്കെ അല്ലേ? ഞാനും അമ്മ 5 മണിയായപ്പോൾ അടുക്കളയിൽ കയറി ദോശ, ചമ്മന്തി, ചായ എല്ലാം ഉണ്ടാക്കി വെച്ച് 1 മണിക്കൂർ നടന്നിട്ട് 9 മണിയാകുമ്പോൾ ബാക്കി പരിപാടി തുടങ്ങും. ആറേ ചേട്ടനെ വിളിച്ചോണ്ട് വന്നില്ലേ? അച്ഛോ അമ്മ ഞാൻ റെഡി. 7 മണിക്ക് മുമ്പേ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തണം. എല്ലാരും നന്നായിട്ട് വേർക്കണം. എനിക്ക് അവിടെ സൈറ്റ് പോലെ റെഡി. പിന്നെ ഒരു കാര്യം പറയാം, പ്രത്യേകിച്ച് നിരുവിലെടുത്ത് വാമപ്പ് നന്നായിട്ട് ചെയ്ത ശേഷം മാത്രമേ വ്യായാമത്തിലോട്ട് കിടക്കുള്ളൂ. ഞാൻ ഇന്ന് ആദ്യം കഠിനമായ വാമപ്പാണ് ചെയ്യാൻ പോണത്. നിങ്ങളുടെ കൂടെ പിടിച്ചോണം. അത് കഴിഞ്ഞിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കും. വേണമെന്നുള്ളവർക്ക് ഓടാം. എന്ത് പറയണം? എനിക്ക് വാമപ്പിനൊന്നും പറ്റില്ല, ഓടാനും പറ്റില്ല. നന്നായിട്ട് നടക്കാം. അത് 3/4 മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്യാൻ നടക്കാം. പിന്നെ ഇവിടെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് നേരെ നടന്ന് അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടല്ലോ, അങ്ങോട്ട് കയറി പോകും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നടക്കും. അപ്പോഴത്തേക്കും 3/4 മണിക്കൂർ ഏകദേശം ആവും. ഒരു 4-5 കിലോമീറ്റർ ആവും. അതോടെ എൻ്റെത് സ്റ്റോപ്പ് ചെയ്യും. 7 മണിക്ക് അപ്പുറത്തോട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നിർത്തും. അത്ര എനിക്ക് പറയാനുള്ളൂ. അത് നടക്കൂല. നിങ്ങൾക്കെല്ലാം ഒരു കാര്യം അറിയാമല്ലോ, ഞാൻ കൊച്ചിലെ കരാട്ടയും കളിയൊക്കെ അഭ്യസിച്ചവനാണ്. എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ബോഡി നന്നായിട്ട് ഉപയോഗിക്കണമെന്നും മാപ്പ് ചെയ്യണമെന്നും വ്യായാമം ചെയ്യണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അത്രയ്ക്ക് ഗുണമൊന്നും വേണ്ട. എൻ്റെ കൂടെ വരുന്നവർക്ക് എൻ്റെ കൂടെ വരാം. കായിക അഭ്യാസി ബാലുവിൻ്റെ കൂടെ പോണവർക്ക് അങ്ങോട്ട് പോവാം. ഇതിപ്പോ രണ്ടുപേരും കൂടി ഇങ്ങനെ തർക്കിച്ചു തുടങ്ങിയാലോ? എടാ എവിടെ ഒരു വഴിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലേ? എവിടെ മാത്രമല്ല, എവിടെ പടവല്ല കുടുംബം മൊത്തം ഇങ്ങനെ തന്നെ. പക്ഷെ നെയ്യാറ്റിക്കരയിലെ ആൾക്കാരൊക്കെ അങ്ങനെയല്ല, നല്ല ആൾക്കാരല്ല. ഈ ദ്വാരണം മാത്രം ഇങ്ങനെ പോയി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ വരണം എൻ്റെ കൂടെ. ആര്? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ലച്ചു എനിക്കൊക്കെ ലച്ചു എൻ്റെ കൂടെ വരും. കേശു മുടി എന്ത് പറയണം? ഞാൻ എന്തു പറയാ? ഈ രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ആരാറും പോണേ, എങ്ങോട്ട് പോണേ? എന്തോ അത്? നീ ആരാണാവോ? ഇതെന്തോന്നത്? കുടുംബമൊക്കെ കുടുംബ കോളേജിൽ എത്തിയിട്ട് മക്കൾ ആരോടെ പോണെന്നുള്ള തർക്കം നടക്കണ. എനിക്ക് ഇങ്ങനെ പോരും പൊരിച്ചടിയൊന്നും പിടിക്കൊന്നുമില്ല. എല്ലാത്തിനും കുറെ ശൈലിയും കൊണ്ട് വന്നോളൂ. സമയം ഇപ്പൊ 7 മണിയാവട്ടാ, നമുക്ക് പോവാമേ. ബാ. അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല. പ്രത്യേകം എന്തെങ്കിലും ഒരു പ്ലാനിങ് വേണം. അല്ല ബാലചന്ദ്രമിക്ക് ഒരു പ്ലാനിങ് വീട്ടിൽ പുറത്തിറങ്ങൂല. അപ്പൊ അങ്ങനെയായ അങ്ങനെ തന്നെ. പിന്നെ ഭയങ്കര പ്ലാനിങ് ആണ്. നിങ്ങൾ പ്ലാനിങ് കൂടെ ചെയ്ത കാര്യങ്ങൾ എവിടെ വരെ എത്തിയെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാൻ പ്ലാനിങ് കൂടെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോടി? എന്റെ കണ്ണുമ്പോ പടി. നിങ്ങൾ അവിടെ പോ, ഞാൻ എന്റെ പിള്ളേരെ കൂടെ പോവാ. വാ നമുക്ക് പോവാം. ആര്? യാതൊരു പിള്ളേര്? എന്റെ പിള്ളേര് ആര് വരും കൂടെ? എല്ലാരും വരും. വരുമോ? തീർത്തടല്ല അതിനെ പോയി. ഇതിപ്പോ അങ്ങനെയായ ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ നന്ന് എന്താ വാന്ന് അച്ഛ, വാ ഇങ്ങോട്ട് വാ. ഇവിടെ മാറിയില്ലേ? വാ അച്ഛ, വാ ഇങ്ങോട്ട് വാ. സംഭവം ഇത് പറയണേ. രണ്ടാൾക്കാരും വരണ്ട. ഇതിപ്പോ എത്ര നേരം തർക്കിക്കാൻ തുടങ്ങിയിട്ട്? രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഞങ്ങൾ പോട്ട് ഞങ്ങൾ പിന്നെ നിങ്ങളെ പൂട്ടിടാ നോക്കടാ. എടാ ഇവിടെ ഞാൻ ആലോചിക്കുമ്പോഴേ കാര്യം നടക്കൂടാ, ഞാൻ തിരിയുമ്പോഴേ കാര്യം നടക്കൂടാ. സ്ത്രീകൾ എന്ത് വിചാരിക്കുന്നോ അത് ഈ വീട്ടിൽ നടക്കും. അതൊക്കെ പഠനത്തിൽ നടക്കും. എന്റെ പിള്ളേർ എന്റെ കൂടെ വരും. പരിപാടിക്ക് ഞങ്ങളില്ല.